ഹേ ഗായ്, സഞ്ജൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളങ്ങനെ പുനലൂർ ഫെസ്റ്റിലേക്ക് പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തു. സൺസിറ്റിയാണ് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്തത്. അവരുടെ കടയുടെ ഫ്രണ്ടിൽ നമുക്ക് അലോട്ട് കൊണ്ടുപോയിടാവുന്നതാണ്. ഇതാണ് പുനലൂർ ഫെസ്റ്റിൻ്റെ ആംബിയൻസ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 30 രൂപയാണ്. അന്നേരം കാണാൻ ഓണം ബമ്പർ കൂപ്പൺ എന്ന് പറഞ്ഞ് 100 രൂപയുടെ ഒരു കൂപ്പൺ കൊടുക്കുന്നു. ഇത്രയും സമ്മാനങ്ങളൊക്കെ അത് ഒരെണ്ണം 100 രൂപ കൊടുത്ത് എഴുതിയിട്ടു. ഇനി ഞങ്ങൾ ഫെസ്റ്റിനകത്തേക്ക് പോവാണ്. കൊതിച്ചുപോയ ഉൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനവും വിപണനവും ഇവിടെ നടക്കുകയാണ്. ഒരു കുടുംബത്തിന് ആവശ്യമുള്ളതെല്ലാം ഒരു കുടക്കീഴിൽ വൈവിധ്യമാർന്ന ഷോപ്പിംഗ് അനുഭവവുമായി ഓണം ഫെസ്റ്റ് 2024 വ്യാപാര വിപണനമേള സന്ദർശിക്കുക. ഫെസ്റ്റിനകത്തേക്ക് കയറി ആദ്യം തന്നെ കടകളാണ് കാണാനുള്ളത്. പലതരത്തിലുള്ള വെറൈറ്റി കടകളുണ്ട്. നമുക്ക് കാണാം. ആദ്യത്തെ കട തന്നെ മസാജറാണ്. കണ്ണി കണ്ട എല്ലാവരും അവരെ പിടിച്ച് മസാജ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ മസാജ് ചെയ്യാനായിട്ട് വിളിച്ചു, പക്ഷെ ഞങ്ങൾ പോയില്ല. ഇത് വളമാല, അങ്ങനെ ക്യൂടെക്സ്, പിള്ളേരെ ആകർഷിക്കാനുള്ളൊരു കടയാണ്. മീനൂസ് അങ്ങോട്ടങ്ങോട്ട് വലിക്കുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാതെ ആ കട കാണാത്ത രീതി ഞാൻ നടന്നുപോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ ഒരു കാര്യം, അങ്ങ് ചൂട് സഹിക്കാൻ വയ്യായിരുന്നു. വിയർത്ത് കുളിക്കുമായിരുന്നു ഫ്രണ്ട്സ്. എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് വിയർത്ത് കുളിക്കുമായിരുന്നു. ഈ കട പിന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും പ്ലാസ്റ്റിക്, അങ്ങനെ കത്തി, അതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കടയാണ്. എല്ലായിടത്തും ഭയങ്കര ആൾക്കാരാണ് ഫ്രണ്ട്സ്. എല്ലാവരും എന്ത് വാങ്ങാനാണോ ആവും. കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് കടയുണ്ട്. അതിൻ്റെയൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ സ്പീഡ് കൂട്ടി നടക്കും. അല്ലാതെ ഈ രണ്ടെണ്ണത്തിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങോട്ട് വലിക്കുന്നുണ്ട്. അത് ഇത് എന്ന് പറഞ്ഞതാ എൻ്റെ മുഖത്തോട് നോക്കിയിരിക്കുന്നു. വാങ്ങിച്ചു എന്ന് ചോദിച്ചു. ഒരു കുന്ന് സാധനങ്ങളുണ്ട് ഫ്രണ്ട്സ്. വീട്ടിലെല്ലാം അടിച്ച് പൊട്ടിക്കാനല്ലാതെ കളിക്കാനൊന്നുമല്ല. വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ 2 പേർക്ക് ഒരുപോലത്തെ സാധനം വാങ്ങിച്ചു കൊടുക്കും. വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വീട്ടിലടിയാ. ഒരാളുടെ സാധനം ഒരാൾ പൊട്ടിക്കും, അടുത്ത ആളുടെ സാധനം അടുത്ത ആൾ പൊട്ടിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യത്തില്ല. വെറൈറ്റി ആയിട്ടൊരു കട ഉണ്ട്. മോനെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചാൽ ഹെഡ്ഫോൺ ഫ്രീ. അത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അപ്പം ഏട്ടൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് ഇളകിയിരിക്കുകയായിരുന്നു. സ്ക്രീൻ കാർഡെന്ന് പറയുന്ന ഗ്ലാസ് തന്നെ കേട്ടോ അവർ ഒട്ടിക്കുന്നത്. ഞാൻ അത് ഒട്ടിക്കാൻ വിചാരിച്ചു. അത് ഒട്ടിച്ച് വന്നു. എനിക്കൊരു ഹെഡ്ഫോൺ ഫ്രീ കിട്ടി. ഹെഡ്ഫോൺ അല്ല, ഹെഡ്സെറ്റ്. പിന്നെ അലുവ കട. അതിൽ ഓരോ അലുവകളായിട്ട് പല സ്ഥലത്തുള്ള ഹൽവ, അരി ഹൽവ, തിരക്ക് നമുക്ക് ആ ഹൽവ കടയുടെ ഫ്രണ്ടിൽ സാമ്പിൾ കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി. അതാണ് ഇങ്ങോട്ട് നോക്കുന്നത്. തിരക്ക് കാരണം മുന്നോട്ട് പതുക്കെ നീങ്ങാൻ പറ്റുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ നോക്കി. പിന്നെയുള്ളത് പഴയ കാല മിഠായികളുടെ കടയാണ്. അവിടെയും ഒരുമാതിരി നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്രയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ക്ഷണിച്ചു. കാരണം ഭയങ്കര ആൾക്കാരും അങ്ങനെ ചൂടെടുത്ത് വിയർത്തൊഴുകുകയായിരുന്നു ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ കാറ്റിൻ്റെ കീഴിൽ കുറച്ച് നേരം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഏട്ടനും മീനൂസും അവിടെ സ്ഥാനം ഉറപ്പിച്ചു. എന്താ സുഖം! അവളുടെ മുഖത്ത് തന്നെ അത് കാണാനുണ്ട് ഫ്രണ്ട്സ്. പിന്നെ ആ മിഠായി കടകൾ അങ്ങനെ കഴിഞ്ഞ് ഇവിടെ നിന്നാൽ പോരല്ലോ, നമുക്ക് വെളിയിൽ ഇറങ്ങണ്ടേ. അങ്ങനെ നമ്മുടെ പഴമകളുടെ മിഠായി കാലം കഴിഞ്ഞ് നമ്മളങ്ങോട്ട് നടന്നപ്പോൾ അതാ അവിടെയുണ്ട് സാധനം. അവിടെയുണ്ട് നിന്നിട്ട് വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ 3-4 റോകളായിട്ട് ഇങ്ങനെ നടന്ന് വേണം വെളിയിലെത്താൻ. കാറ്റ് കിട്ടിയപ്പോൾ ഒരു രക്ഷയില്ല. ഭയങ്കര ആൾക്കാരുടെ കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ചൂട്.
ബിസ്ക്കറ്റ് പോലത്തെ സംഭവമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ഇതും കമ്മൽ കട, ഒരുപാട് പെൺപിള്ളേരെല്ലാം കാണാൻ പറ്റും. ഒരുപാട് കടകൾ, ഒരു രക്ഷയില്ല. ഇഷ്ടംപോലെ കടകളുണ്ട്. ഈ ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും. വെറൈറ്റി കളറുകളില്ലേ, അപ്പോൾ കാണാൻ തന്നെ എന്തൊരു രസമാണെന്നറിയോ. പോകണം, ഉറപ്പായിട്ടും പോകണം. 30 രൂപയല്ലേ ഉള്ളൂ. 3 മുറം 100 രൂപ. അത് എല്ലാ ഫെസ്റ്റിനും ഉള്ളതാണ്. 3 മുറം 100 രൂപ. ഞങ്ങൾ വാങ്ങിച്ചത് കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ 4 ചെടിച്ചട്ടി 100 രൂപ, 6 ചെടിച്ചട്ടി. പിന്നെ ക്രോക്കറി സ്റ്റോക്കാണ്. ഒരു ഗ്ലാസ്സിന് കപ്പിന് 50 രൂപ. ഇതും വാങ്ങാനൊക്കെ ആൾക്കാർ. പക്ഷേ വീട്ടിലാവശ്യത്തിന് സാധനങ്ങളുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം ഞാൻ നോക്കിയില്ല. ഇതൊക്കെ പിന്നെ വീട്ടിലെത്തത്തോളില്ല. അതിനെ മുട്ടി പിള്ളേർ വെള്ളിയിട്ട് പൊട്ടി. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊരു സാധനം കണ്ടു ഫ്രണ്ട്സ്. ഞാനിപ്പോൾ കാണിക്കാം നിങ്ങളെ. ഈ ഗ്ലാസിൻ്റെ ഒക്കെ ഇടയ്ക്ക് അതാണ് ഏട്ടൻ ചോദിക്കുന്നത്, അത് കൊടുക്കുമോ എന്ന്. എനിക്ക് കാണണോ എന്താണെന്ന്. ഇരിക്കുന്നത് എന്താണെന്ന് കണ്ടു. ആ കുപ്പികളിൽ അതൊക്കെ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന ഗ്ലാസ്സുകളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് എടുത്തു വെച്ചേക്കുന്നത്. അതിനകത്ത് ശരിക്കും സാധനങ്ങളാണോ എന്നറിയില്ല. അത് പച്ചവെള്ളം ഒഴിച്ച് വെച്ചേക്കുവാണോ എന്നും അറിയില്ല. അവർ പറഞ്ഞത് കൊടുക്കുന്ന സാധനങ്ങൾ. പിന്നെ ഉണ്ട് മീനൂസിൻ്റെ മൈലാഞ്ചി കടയെത്തി. മീനൂസ് അങ്ങനെ മൈലാഞ്ചി ഇടാനായിട്ട് അവിടെ ചെന്നു. അപ്പം നമ്മൾ ടാറ്റു അടിക്കുന്നത് കണ്ടു. ടാറ്റു അടിക്കാനായിട്ട് എത്ര രൂപയാകുമെന്ന് ചോദിച്ചു. 1 ഇഞ്ചിന് 100 രൂപ എന്നാണ് അവർ പറഞ്ഞത്. 1 ഇഞ്ചെന്ന് പറഞ്ഞാൽ എത്രയും കാണുമെന്ന് എനിക്കറിയാമല്ലോ. പിന്നെ മീനൂസിൻ്റെ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടു. പിന്നെ കുറേ കടകളൊക്കെ വെറുതെ കിടക്കുന്നു. കടയിലൊന്നുമില്ല. ഇങ്ങനെ നടന്നത് ഐസ്ക്രീം കടയാണ്. നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചില്ല. ഐസ്ക്രീം പേസ്ട്രി കടയാണ്. ഓൺ ദ സ്പോട്ടിൽ പേസ്ട്രി ചെയ്ത് കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അവർ ചെയ്ത് തരും. പിന്നെ നമ്മൾ സോപ്പ് പൊടി വാങ്ങിച്ചു. എല്ലാ ഫെസ്റ്റിനും നമ്മൾ വാങ്ങുന്ന കാര്യമാണ് സോപ്പ് പൊടി. 2 കിലോ 2.5 കിലോ 100 രൂപ. അങ്ങനെ നമ്മൾ 200 രൂപയ്ക്ക് സോപ്പ് പൊടി വാങ്ങിച്ചു. അവിടെ 4 സോപ്പ് 100 രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുടുംബശ്രീക്കാരായ ചേച്ചിമാർ നടത്തുന്ന കടയാണ്. നല്ല രസമായിരുന്നു. എല്ലാവരും വരണം, പോകണം. മീനൂസ് അവിടെ ഇരിപ്പുണ്ട്. അതിന് വെറൈറ്റി ഒരു സംഭവമുണ്ട്. എല്ലായിടത്തെയും ലോട്ടറി, അതൊരു വെറൈറ്റി സംഭവമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഡാൻസ് കളിച്ചു. ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ വിചാരിച്ചു. എന്ത് ഷേക്കാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ മീനൂസിനും അപ്പൂസിനും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ വാങ്ങിച്ചതല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കുടിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കുടിച്ചു. കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരുന്ന സ്ഥലങ്ങളിൽ ഉള്ള ഇതാണ്. ഇവിടെ നമ്മുടെ അരിമണിയിലും മോതിരത്തിലും ഒക്കെ പേര് എഴുതി കൊടുക്കുന്ന ഒരു ടൈപ്പ് കടയാണ്. പിന്നെ അതാ ആൾക്കാർക്ക് ചെടികൾ വാങ്ങണമെങ്കിലും പിന്നെ നമ്മുടെ കുന്തിരിക്കെട്ട് പവിക്കുന്ന ചട്ടികളും കാര്യങ്ങളും പ്ലാസ്റ്റിക് ചെടികളും വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള പടങ്ങളും കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഫസ്റ്റിൻ്റെ കട ഐറ്റംസിൻ്റെ അത് കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ടിറങ്ങിയപ്പോൾ മീനൂസ് ഉണ്ണേട്ടനോട് അന്നം പൊന്നുന്ന എനിക്കൊന്നും വാങ്ങിച്ചെന്നില്ല, എനിക്ക് കളിപ്പാട്ടമൊന്നും വാങ്ങിച്ചെന്നില്ല. അങ്ങനെ അന്നം പൊന്നുന്ന കണ്ടപ്പോൾ ഉണ്ണേട്ടൻ പറഞ്ഞത് എനിക്ക് ഈ മോതിരത്തെ പേര് എഴുതി തരാമെന്ന് പറഞ്ഞ് അതാ മോതിരത്തെ പേര് എഴുതാനായിട്ട് നമ്മളിരുന്നു. പക്ഷേ ആളിത്രയും കസ്റ്റമർ വന്നതിന് ശേഷം ആൾ ആ ഫോൺ താത്തു വെച്ചില്ല. പറഞ്ഞു അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കണം. ആൾ ചെവിയിൽ ഫോൺ വെച്ച് സംസാരിച്ചുകൊണ്ടേ ഇരുന്നിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ അത് കറക്റ്റ് ആയതുമില്ല. കുട്ടികളല്ലേ, അന്നേരം അതിൻ്റേതായ രീതിയിൽ സൂക്ഷിക്കേണ്ടതാണ്. നിവേദിതയുടെ സ്പെല്ലിങ് വരാൻ തെറ്റായിട്ടാണ് ചെയ്തത്. എന്നാൽ ആ സ്പെല്ലിങ് ചോദിക്കുമോ ഒന്നും ചെയ്തില്ല. ആൾ ആ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആളുടെ പണി ചെയ്യാണ്. കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കാനായിട്ട് നമ്മൾ കയ്യിലിട്ടു. പക്ഷേ പെട്ടെന്ന് ഉണങ്ങിയില്ല ഫ്രണ്ട്സ്. അങ്ങനെ അവളുടെ കയ്യിലിട്ടത് പോയി. അക്കുമോന് പറഞ്ഞ് എഴുതിയെടുത്തു. അക്കുമോനും മക്കളുമാരല്ലേ, അവരത് സൂക്ഷിക്കത്തുണ്ട്. നമ്മളെത്ര സമയം നിന്ന് പിടിച്ചു കൊടുത്താലേ അത് നടക്കുള്ളൂ ഫ്രണ്ട്സ്. അക്കുമോൻ്റെ മോതിരവും എഴുതിയെടുത്തു. എന്നിട്ടും ആൾ ആ ഫോൺ താത്തു വെച്ചില്ല ഫ്രണ്ട്സ്. നമ്മൾ കയറിയതോടെ ആൾക്ക് ഒരുപാട് കച്ചവടം കിട്ടി. നമ്മൾ നോക്കിയപ്പോൾ കച്ചവടം ഒരുപാട് കിട്ടി. പക്ഷേ എന്നിട്ടും ആൾ ഫോൺ താത്തു വെക്കാതെ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അക്കുമോൻ്റെ മോതിരം നമ്മൾ വാങ്ങിച്ചു. കണ്ടോ അക്കുമോൻ്റെ മോതിരം വെച്ച് നമ്മൾ എഴുതി. പക്ഷേ ഇതിങ്ങനെ കുറേ നേരം കൈ പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് നമ്മളിറങ്ങി. നമ്മളാദ്യം പൊട്ടറ്റോ സ്റ്റാറിൽ കഴിക്കാൻ പറ്റും. പക്ഷേ അതിനവിടെ ഒരുപാട് ആളായതുകൊണ്ട്
അത് വേണ്ടെന്ന് വെച്ച് ഏട്ടൻ ഫ്രൈഡ് റൈസിന് നൂഡിൽസിന് ഓർഡർ ചെയ്ത സാധനങ്ങൾ കിട്ടാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ഞാനും അക്കുവും മീനും അവിടെ ഉണ്ട്. ഞങ്ങൾ പൊട്ടറ്റോ സ്പെയറിൽ നിന്ന് കാണുന്നു. അങ്ങ് ദൂരെ അത് ആ സ്റ്റേജിൽ പാട്ട് പാടുന്നുണ്ട്. അക്കുമോൻ അത് കണ്ട് ഭയങ്കര സന്തോഷം. അക്കുമോൻ കസേര കയറി ഒന്ന് എത്തിക്കുത്തി അങ്ങോട്ടേക്ക് നോക്കുവാണ് ഫ്രണ്ട്സ്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് അക്കുമോൻ എത്തിക്കുത്തി അങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട്. അക്കുമോൻ അങ്ങോട്ട് പോയി ഒന്ന് തുള്ളി കളിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്, പക്ഷേ കൊണ്ടുപോകാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ് ഫ്രണ്ട്സ് ആ ഭാഗത്തേക്ക്. ഇങ്ങനെ പാട്ട് നടക്കുന്നു അവിടെ കാണാൻ നല്ല രസം. നിങ്ങൾ കണ്ടോ എന്തോ ആളുകളാണ് കണ്ടോ. പിള്ളേരെയൊന്നും കൈവിട്ട് പോയാൽ കിട്ടത്തൂടിയില്ല. പിന്നെ അതാ ഞങ്ങൾക്ക് ഏട്ടൻ നൂഡിൽസ് കൊണ്ടുവന്നു. ചിക്കൻ നൂഡിൽസ് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ, രക്ഷയില്ലാത്തതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവൾ കിടത്ത് വിളിക്കുന്നത് അവളുടെ കൈ ചൂടാവുന്നു ഫ്രണ്ട്സ്. നല്ല ചൂടായതുകൊണ്ട് അവളുടെ കൈ ചൂടാവുക. അവളതിനാണ് കിടന്ന ആ എക്സ്പ്രഷൻ കണ്ടത്. അക്കുമോനൊക്കെ തിന്നാൻ റെഡി ആയിട്ടിരിക്കുന്നു. ഞാൻ പിന്നെ അതെന്നെ മടിയിലോട്ട് വെച്ചു. കുട്ടികൾക്ക് ആർക്കും നല്ല ടേസ്റ്റായിരുന്നു, രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. പിന്നെ ബണ്ണും മസാലയും അങ്ങനെയാണെന്ന് തോന്നുന്നു. അതാണ് ഈ സാധനം എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം, അതും കൊള്ളാം, കിടുക്ക് സാധനം. പക്ഷേ ഞങ്ങൾക്ക് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. കാരണം ഫ്രണ്ട്സ് ഭയങ്കര തിരക്ക്. നമ്മൾ 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. നമ്മളതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നമ്മൾ അവിടെയൊക്കെ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്നൊക്കെ നോക്കി. ഈ മരണക്കിണറുണ്ടായിരുന്നു, കാറും ബൈക്കും. അതിൽ നമ്മൾ നേരത്തതായതുകൊണ്ട് കയറിയില്ല. പിന്നെ അതായത് നമുക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാനായിട്ട് എത്തിയിരുന്നു. അക്കുമോനും കുടിക്കുന്നുണ്ട്. അപ്പം അക്കുമോൻ സ്ട്രോ കടിച്ച് മുറിച്ച് തിന്നാണ് കുടിക്കുന്നത്. മീനോസ് സ്ട്രോ വെച്ച് കുടിക്കാൻ പോകുന്നു. അതോ ഇപ്പം മീനു താഴെ പോയത് കസേരക്കകത്ത് വള്ളിയിട്ട് കെട്ടിയത് കൊണ്ട് അവൾ താഴെ പോയില്ല. ഇല്ലായിരുന്നു ഇപ്പം അവൾ താഴെ പോയനെ. ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അവൾ പറയാം ഞാനല്ലല്ലോ. എന്തോരം സ്പീഡിലാണ് കറങ്ങുന്നത് നോക്ക്. നീ കഴിഞ്ഞ വട്ടം ഇതിൽ കയറിയതായതുകൊണ്ട് ഈ വട്ടം ഇതിൽ കയറുന്നില്ല എന്ന് വിചാരിച്ചു. ഇതിൽ കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഒരു പേടി. അതിങ്ങനെ കറങ്ങുന്ന കാണുന്നില്ലാത്തൊരു പേടി. അപ്പോൾ പിന്നെ അതിലും കയറുന്നില്ലെന്ന് വിചാരിച്ചു. അതിൽ അത്രയും പേരായാൽ മാത്രമേ അതിൽ കയറ്റുള്ളൂ. ഞങ്ങളങ്ങനെ വേറൊരു സാധനത്തിന് അതിൽ കയറാമെന്ന് വിചാരിച്ചു. സാധനം ഏതാണെന്ന് കണ്ടോ? ഈ കപ്പി കയറാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. 80 രൂപയാണ് ടിക്കറ്റ്, 2 പേർക്ക് ടിക്കറ്റ്. അക്കുമോന് ടിക്കറ്റ് വേണ്ട. ഞങ്ങളങ്ങനെ കപ്പിൽ കയറാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഫ്രണ്ട്സ്. ഏട്ടൻ വന്നില്ല, ഏട്ടൻ അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ പോയി കയറിയിട്ട് വരാൻ പറഞ്ഞു. പലതരത്തിലുള്ള റൈഡുകളാണ്. ഇനി അടുത്ത വട്ടം വരും നമുക്ക് മറ്റേ റൈഡിൽ കയറണം. അങ്ങനെ ഞങ്ങളിതാ അതിൽ കയറിയതാ പോകുന്നു ഫ്രണ്ട്സ്. പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്നും പറഞ്ഞ് നമ്മൾ പോന്ന്. ആദ്യം കയറിയപ്പോൾ വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഈ കപ്പും കൂടെ കറങ്ങിയപ്പോഴത്തേക്ക് മനുഷ്യൻ്റെ ഒരു പരുവായി ഫ്രണ്ട്. എന്നെ അവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? കണ്ടു. ഞങ്ങൾ അകത്തിരുന്ന് ഞങ്ങൾ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ മോനെ മീനത്തിനെ നല്ല രീതിയിൽ കെടുക്കുകയാണ്. കാരണം പിള്ളേർക്ക് ഇതെന്തോന്നൊന്നും അറിയത്തില്ല, നമുക്കല്ലേ അറിയോ. തെറിച്ച് പോയതാണ്. പക്ഷേ സൂപ്പറായിരുന്നു ഫ്രണ്ട്സ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വെളിയിലോട്ട് നോക്കരുത് ഫ്രണ്ട്സ്. വെളിയിലോട്ട് നോക്കിയാൽ നമുക്ക് തലകറങ്ങും. നമ്മളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. വെളിയിലോട്ട് നോക്കിയാൽ ഈ കറങ്ങുന്നു, പിന്നെ നമ്മൾ തലകറങ്ങും. സത്യമാണ്, നമുക്ക് പേടിയാവും. വെളിയിലോട്ട് നോക്കാതെ നമ്മളെ തന്നെ എന്ന് വെച്ചാൽ ഉള്ളിലിരിക്കുന്നവരെ തന്നെ നോക്കുക. ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് നോക്കിയാലും പെട്ടെന്ന് കണ്ണകത്തോട്ട് വെക്കുക. ഇല്ലെങ്കിൽ നമുക്ക് തലകറങ്ങും ഉറപ്പാണ്. എന്തായാലും കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം കയറിയപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഇത് നിർത്തണമെന്ന് തന്നെ ആഗ്രഹമേ ഇല്ലായിരുന്നു. പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ചു. അവർക്ക് പിന്നെ പേടി എന്തുവാണെന്ന് പോലും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അക്കുമോനും മീനൂസിനും അവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇതിനകത്ത് കയറുന്നതൊക്കെ. അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് എല്ലാത്തിനും കയറുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും ചെയ്യണം. പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ്. ഞങ്ങളങ്ങനെ അതിൽ നിന്നിറങ്ങി ഇനി ഞങ്ങൾ പോവാണ്. മീനൂസിന് ഭയങ്കര സന്തോഷമായി, അവൾ അടിച്ചു പൊളിച്ചു. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഞാൻ ഏട്ടൻ്റെ കൂടെ അവനുണ്ട്. ഏട്ടൻ അവനെ പിടിച്ചുകൊണ്ട് നടക്കുന്നു, ഞാൻ മീനൂസിനെ പിടിച്ചുകൊണ്ട് നടക്കുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള ഓരോരോ കാര്യങ്ങൾ. ഞങ്ങൾ ഓരോരോ ഫെസ്റ്റിൽ കയറുന്നതും ഓരോരോ പുതിയ ഐറ്റംസിലാണ് കയറുന്നത്. അങ്ങനെ നമ്മളതാ ഫെസ്റ്റിന് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ കുറേ കാറും കാര്യങ്ങളൊക്കെ ഷോയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഫെസ്റ്റിൻ്റെ വെളിയിൽ വന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇങ്ങനെ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.